Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൈനാപ്പിൾ ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് അരിക്കാം. അരിക്കുമ്പോഴാണ് പൈനാപ്പിളിന് എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഹൽവ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇതുപോലെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അതിനുശേഷം അതിലേക്ക് ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനെടുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കോൺഫ്ലവറിൻ്റെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് നല്ല തിക്കായിട്ട് വരുന്നത്. ഇനി അതിനുശേഷം അതിലേക്ക് നമുക്കിനി ഏലക്കാപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഹൽവയാണിത്. ഈ പൈനാപ്പിൾ ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ പ്ലീസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ ബൈ.